നമ്മളെ അമ്പലത്തിൽ പോലെ ദിവസം അപ്പോൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദ്വാരപാലകന്മാർ എങ്ങനെ നിൽക്കണം? അവർ എങ്ങനെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാ അങ്ങനെ നിൽക്കണം? ഒരു കൈ ഇങ്ങനെ അല്ലേ കേട്ടോ എന്നാ ചോദിക്കണേ. അപ്പം മറ്റയാളെന്ത് പറയും? എന്താന്ന് ചോദിക്കും. മറ്റയാളുടെ കൈ ഇങ്ങനെ അതെന്താ കേട്ടോ ചോദിക്കണം. നാമജപം കേൾക്കണ്ടോ? പോയാൽ വർത്തമാനം പറയാൻ പാടില്ല, നാമജപം മാത്രം വേണമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നല്ലോണം വൃത്തിയായിട്ടൊക്കെ ശരീരമൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ പോകും അമ്പലത്തിലേക്ക് അല്ലേ, ശുദ്ധമായിട്ട്. മനസ്സെങ്ങനെ ശുദ്ധാക്കും? എങ്ങനെ മനസ്സ് ശുദ്ധമാവും? നാമം ജപിക്കണം. എല്ലാ കാമക്രോധ ലോപമോഹം മതം ആശ്ചര്യം അസൂയ കുശുമ്പ പുനഷ്ട രാഗദ്വേഷാദികൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്? അതൊക്കെ പോകണമെങ്കിൽ നമ്മൾ നാമം ജപിച്ചേ പറ്റൂ. ഒരുപാട് നാമം ജപിക്കണം. ഭഗവാൻ അതേ നോക്കുള്ളൂ. തൊഴാൻ വന്നു കഴിഞ്ഞാൽ നീ എന്ത് തന്നു എന്താന്ന് വെച്ചാൽ നീ നാമം ജപിക്കണ്ടോ എന്ന് നോക്കുള്ളൂ ഭഗവാൻ. നമുക്ക് കുറച്ച് നേരം അവിടെ ഒരു നാമം ജപിക്കണം. അത് എളുപ്പമാണ് തോന്നുന്നത്. നാമജപം എളുപ്പമൊന്നുമല്ല. ഒരിക്കലും നാമം ജപിക്കാൻ പറ്റില്ല നമുക്ക്. ആനന്ദതിരുമേനി പറയും, പണ്ട് ഒരു ഭിക്ഷക്കാരൻ വന്നപ്പോൾ ഒരു നാരായണ ജപിക്കും, 4 അണ തരാം, നാരായണ ജപിക്കും എന്ന് പറയും. എന്ത് ചെയ്താൽ ജപിക്കില്ല. നാമം ജപിക്കാൻ നമ്മൾ വിചാരിക്കുമോ നാം വയസ്സായവർക്ക് നാം വയസ്സാവട്ടെ എന്ന്. വയസ്സാവുന്നത് നമ്മൾ ഉണ്ടാവില്ല. എങ്ങനെ അറിയണേ? വെള്ളത്തിലെ കുമള പോലെ നമ്മുടെ ജീവിതം. അപ്പം എന്താ നമ്മൾ പ്രഹ്ലാദൻ പറയണ പോലെ കൗമാരാതിരെ പ്രാജ്ഞാൻ പറയണില്ലേ? കൗമാരത്തിൽ തന്നെ നമ്മൾ നാമം ജപിക്കാം. അജാമളർ നമ്മുടെ കുട്ടികൾക്കൊക്കെ പേരിടും. നമ്മുടെ ആൾക്കാർ എന്ത് നല്ല പേരാണ്. കൃഷ്ണ, ശങ്കര, നാരായണ. എന്നിട്ട് നമ്മളെന്ത് പറയും? നാണു, രാമ എന്ന് പറഞ്ഞാൽ രാമു. എന്തിനാ അങ്ങനെ പേരിടണേ? അങ്ങനെയെങ്കിലും നാമം ജപിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പേരിടുന്നത്. പക്ഷെ നമ്മൾ ജപിക്കില്ല. നമ്മൾ നാരായണ പറയില്ല, നാണു എന്നേ പറയുള്ളൂ അല്ലേ. രാമ എന്ന് പറയുമോ, രാമു എന്നേ പറയുള്ളൂ. കിച്ചു കൃഷ്ണനെ അങ്ങനെയൊക്കെ വിളിക്കുള്ളൂ. അത്ര പോലും നമുക്ക് നാമം നമ്മുടെ വായിൽ വരില്ല. നമുക്ക് തോന്നുന്നത് എളുപ്പമാണ്. നമുക്ക് ജപിച്ചു നോക്കൂ. ഒരിക്കലും നാമം ജപിക്കാൻ പറ്റില്ല. അത് ചോട് നമ്മൾ ജപിച്ച് അജാമളനെ കണ്ടു. ഒരുപാട് ചോട് നാമം ജപിച്ചൊക്കെ ചെയ്ത കാരണമാണ് ആ 10ാമത്തെ പുത്രൻ നാരായണന് പേരിട്ടു. എന്നിട്ട് എന്താ പറയുക? നാരായണൻ കുളിച്ചോ, നാരായണൻ ഉറങ്ങോ, നാരായണൻ കഴിച്ചോ, എന്ത് നേരെ ഇത് തന്നെയാണ്. അപ്പം എത്ര നാമം, അതൊക്കെ ഭഗവാന്റെ നാമമായിട്ടുള്ള ഭഗവാൻ കേൾക്കണതേ. അതാണ് ലാസ്റ്റ് യമധർമ്മൻ വന്നപ്പോഴത്തേക്കും ദൂരേ ക്രീഡനാസക്തം വൃത്തം നാരായണ സ്വയം നാവിധേന സ്വരന. മുഴുവനും വരില്ല, നാരായണാന്ന് മുഴുവനും വരണില്ല അജാമളന്. പക്ഷെ എന്താ, 4 പേര് അവിടെ വന്ന് നാരായണ 4 അക്ഷരത്തിന് 4 ഭാഷതന്മാർ വന്നു അജാമളനെ കൊണ്ടുപോകാൻ. അപ്പോഴേ യമദൂതന്മാർ വന്ന് പറയണം, എന്താ ഇയാളെന്ത് ചെയ്തേക്കണം ചോദിക്കും. ഒന്നും ചെയ്തില്ല, ഒക്കെ മഹാഭാവം ചെയ്തിട്ടുള്ളൂ. പക്ഷേ അപ്പം നാരായണ ജപിച്ചല്ലോ, നാമം ജപിച്ചല്ലോ എന്ന് പറയും. നാമം ജപിച്ചത് പുത്രനെ വിളിച്ചതല്ലേ, നാമം ജപിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. അതല്ല, ഭഗവാൻ നാരായണ ജപിച്ചല്ലോ, അത് ഭഗവാന്റെ നാമ. ഭഗവാൻ അത് കണക്കാക്കും. ഒരു ദിവസം എത്ര നാമ ആ നാരായണൻ ജപിച്ചേക്കണത്. ഇത് ഓർത്തിട്ടല്ല, കുട്ടിനെ വിളിക്കണാണേ. ആ കുട്ടി നാരായണ അത് എത്രയോ ദൂരെ കഴിച്ചുകൊണ്ടിരുന്ന കുറിച്ചാണ്. അത് പേടിച്ചു പോലോ എന്ന് പറഞ്ഞിട്ടാണ് നാരായണ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കണത്. അപ്പം നമ്മളെന്തുവാണ് അറിയോ, ദിവസവും അമ്പലത്തിൽ വന്നിട്ട് കുറച്ച് നാമം ജപിക്കാം. നമുക്ക് എന്താ ഇത്തിരി നേരം നാമം ജപിക്കാൻ? എന്താ നാക്കൊന്ന് ചോദിച്ചു, നമ്മൾ നാമം ജപിക്കട്ടെ എന്ന് പറയണം. ആരോടും ചോദിക്കണോ? നമുക്ക് നാക്ക് തന്നിട്ട് ദൈവം, കണ്ണ് തന്നിട്ടുണ്ട്, കാത് തന്നിട്ട് എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് നാമം ജപിക്കുന്നില്ല? നമ്മൾ നാമം ജപിക്കണം. എല്ലാവരും നാമം ജപിക്കണതാണ്. ഞാൻ ടീച്ചറോട് എപ്പോഴും വരെ നമുക്ക് ഒരകണ്ട നാമം ജപിക്കാം. ടീച്ചർ എന്തായാലും പുറപ്പെടണം എപ്പോഴും ഞാൻ പറയാറുണ്ട്. മാസത്തിലൊരിക്കൽ നമുക്ക് ചെല്ലണം നാമജപം. കുറേശ്ശെ ആൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്നിരുന്ന് ചെല്ലിക്കോട്ടെ. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ചെല്ലിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്ക് നമുക്ക് ഊണയിക്കാനൊക്കെ പൊടിക്കാനൊക്കെ പോകുമ്പോൾ അതിനെ കുറച്ച് വേറെ ആൾക്കാരും ജപിക്കുക. അങ്ങനെ കുറച്ച് മാറി മാറി ജപിച്ചാൽ എന്തൊരു സുഖം. ഗുരുവായൂരാക്കാൻ നമുക്ക് നമ്മുടെ ഈ അമ്പലം
ഗുരുവായൂർ തേടി പോകുമ്പോൾ ഇവിടെ എന്ത് ഭംഗിയാ ഭഗവാന്, ആ സഞ്ജീവി ചെയ്യണ എന്ത് രസം അലങ്കാരം അല്ലേ, എടുത്തോട്ട് വരാൻ തോന്നി. പ്രഹ്ലാദൻ പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പത്തിലേ നാമം ജപിച്ചിരിക്കണം. അതാ നാമം ജപിക്കണം. നാമജപം മാത്രം മതി കലി കാലേ മുക്തി നേടാൻ, നാമതോർത്തു ജപിക്കുക തിരുനാമങ്ങൾ. അത് മാത്രമേ, വേറെ നിങ്ങളൊന്നും വായിക്കണം. നാമം ജപിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് നമ്മൾ ശുദ്ധമുള്ള മനസ്സ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടുള്ള മനസ്സിൽ നാമം ജപിക്കാതെ ഭഗവാൻ വരില്ല, ഷുവറാണത്. നാമം ജപിക്കണം. മനസ്സ് ശുദ്ധമാണെങ്കിൽ നമ്മൾ നല്ലോണം നാമം ജപിക്കണം. ഒരു ദിവസം ഒരു അരമണിക്കൂർ, നമുക്ക് എത്ര സമയമുണ്ട്, അരമണിക്കൂർ നാമം ജപിച്ചാൽ എന്താ? അത് കഴിഞ്ഞിട്ട് മതി ബാക്കി. രാവിലെ എണീറ്റ് നിങ്ങൾ കുളിക്കൊന്നും വേണ്ട, കൈയും കാലം മുഖമൊക്കെ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഭഗവാനെ വിചാരിച്ച് ജപിച്ച് നോക്കൂ. ആ ഗുരുവായൂരൊന്ന് പോയി നോക്കൂ, നിർമാല്യം അതൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ജപിച്ചാൽ എന്തൊരു സുഖം നാമം ജപിക്കാൻ. പിന്നെ നമ്മൾ വിടില്ല, എപ്പോഴും നാമം ജപിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിരിക്കും, നമ്മൾ ജോലി ചെയ്യുമ്പോഴും എല്ലാത്തിനും ഗോപത്തിലൊക്കെ എങ്ങനെ ജപിക്കുന്ന പ്രത്യുഷീലുദ്ധീതരായി കൈകഴുകി ഭദ്രദീപം കത്തിച്ചൂടൻ കട്ടത്തയർ കടഞ്ഞിടുമ്പോൾ ആമോദമോടമ്പാടിയിൽ ഗോപസ്ത്രീകൾ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നിപ്രകാരം. അവരെപ്പോഴും ഭഗവാനെ നാമം ജപിക്കുക. കുട്ടികളെ കുളിക്കുമ്പോഴും എന്ത് ചെയ്യുകയാണെങ്കിലും നാമം ജപിക്കുക. നമുക്കതുപോലെ സാധിക്കും. നമ്മൾ വിചാരിച്ച് സാധിക്കുകയാണ് എന്താ? നമ്മൾ ഒരടി വെക്കണില്ല. ഒരടി വെച്ചാൽ 9 അടി ഇങ്ങോട്ട് വെക്കും ഭഗവാൻ. ആ ഒരടി വെക്കണ്ടേ? ഒരടി വെക്കണില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഭഗവാൻ പറയണത്. അവിടെ ഭഗവാൻ ഇരിക്കണത്. ഭക്തന്മാർ നാമം ജപിക്കുന്നെങ്കിൽ എത്തും ഞാൻ എപ്പോഴും ശ്രീനാരദ എന്ന് പറയുന്നത്. യോഗിതൻ കൃത്തിയിലോ സൂര്യനിലോ വൈകുണ്ഠം തന്നിലോ വാസമില്ല. ഭക്തന്മാർ നാമം ജപിക്കുന്നെങ്കിൽ എത്തും ഞാൻ എപ്പോഴും ശ്രീനാരദ. ഭഗവാൻ എപ്പോഴും നാമജപം കേട്ട ഓടി വരും. ഭഗവാൻ ഇരിക്കാൻ പറ്റില്ല, പിന്നെ വരും. ആദ്യമായിട്ട് ഓടി വരും. നമുക്ക് കാണില്ലാത്തതേ ഉള്ളൂ. നമ്മൾ വിചാരിക്കണമെങ്കിൽ നമുക്ക് ധ്യാനിക്കാനും പറ്റും. ധ്യാനിച്ച് നോക്കും നിങ്ങൾ, ആദ്യമൊന്നും പറ്റില്ല. കുറേ സംഗതി ദിവസം ധ്യാനിക്കണം, മുടങ്ങാനേ പാടില്ല. ദിവസം ഭഗവാനെ ധ്യാനിച്ചു നോക്കും. വൈദ്യേരിയും കുണ്ടലങ്ങളും പുഞ്ചിരിയും